ഹലോ, ഞങ്ങളുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ പറയുക, നമുക്ക് എളുപ്പത്തിലൊരു വെണ്ടയ്ക്ക കറി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ പറയുക, അമ്മ ഉണ്ടാക്കുന്ന കറിയാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കുന്ന കറിയാണ്. അപ്പോൾ ഞാനത് കണ്ട് പഠിച്ചാട്ടോ. അപ്പോൾ ഞാനും ഇടയ്ക്കൊക്കെ അങ്ങനത്തെ കറി ഉണ്ടാക്കും. അപ്പോൾ ഞങ്ങൾ എന്താ പറയുക, രാവിലെ എന്തെങ്കിലും ചായയുടെ കടിയൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് കൊടുക്കുക, അതേപോലെ നമുക്ക് ചോറയ്ക്ക് കൊടുക്കുക. അപ്പോൾ നല്ല രസമാട്ടോ ആ കറി കൂട്ടാൻ. അപ്പോൾ അമ്മ അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഓരോരോ കറികളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനത്തെ കറികൾ ഭയങ്കര രസമാണ് കഴിക്കാൻ. അപ്പോൾ അതിലൊരു കറിയാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ പറയുക, കുറേ ആയിട്ട് ഉണ്ടാക്കി കാണിച്ചു തരാൻ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ അതിന് ഒരു അവസരം കിട്ടി. കാരണം ഇന്ന് വേറെ കറികളൊന്നും ഉണ്ടായിരുന്നില്ല വെക്കാൻ. അപ്പോൾ ഇന്ന് എന്തായാലും വെണ്ടയ്ക്ക കറി ഉണ്ടാക്കണം എന്ന് തന്നെ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തരാച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോകാം. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി നല്ല ചൂടായപ്പോൾ ഞാൻ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് എണ്ണ ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഞാൻ ചെറിയ ഉള്ളി, ഞാനൊരു 10 ചെറിയ ഉള്ളി, ഒരു 4-5 വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് കരിവേപ്പില എടുത്ത് നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലതുപോലെ വാടി വന്നിട്ടാണ് നമുക്ക് ബാക്കിയുള്ളത് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും, പൊടികൾ ഇട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് എന്താ പറയുക, ചുവന്ന കളറാവണ വരെ നമുക്കത് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ എന്താ പറയുക, അത് എന്താ പറയുക, നല്ല മൂത്ത് വന്നാലേ മൂത്തിട്ട് നമ്മൾ പൊടികളിട്ട് കൊടുക്കുമ്പോൾ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒരു പച്ച ചൊയ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് നല്ല മൂത്ത് വരുന്നുണ്ട് കേട്ടോ. നല്ല മൂത്ത് വന്ന ശേഷം നമുക്ക് അതിലേക്ക് എന്താ പറയുക, ചെറിയ ജീരകല്ലേ ആ ഒരു നുള്ളിട്ട് കൊടുക്കണം കേട്ടോ. ഒരു നുള്ളിട്ട് കൊടുത്താൽ മതി, അധികം വേണ്ട, കുറച്ച് നുള്ളിട്ട് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നാൽ മല്ലിപ്പൊടി എടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. അപ്പോൾ എന്താ പറയുക, നമുക്ക് ഉള്ളിനെ വെച്ചിട്ട് നമുക്കിപ്പോൾ എത്ര കൂടുതലുണ്ടെങ്കിൽ അത് കൂടുതൽ ഇട്ട് കൊടുക്കാം കേട്ടോ. കാരണം എന്താ പറയുക, നമുക്ക് ഉള്ളി എത്രത്തോളം ഇടണോ അപ്പോൾ അത്രയും ടേസ്റ്റ് കൂടും കേട്ടോ. പിന്നെ ഇവിടെ ഉള്ളി കുറച്ച് കുറവായ കാരണം ഞാൻ കുറച്ച് ഉള്ളി ഇട്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ അധികം കറിയൊന്നും ആവശ്യമില്ല ഇവിടെ, കാരണം ഞങ്ങൾ 3 ആളുള്ളൂ. കുട്ടികൾക്കൊന്നും കറി വേണ്ട, ഞാനും ഏട്ടനും അമ്മയും മാത്രമേ കറി കഴിക്കുള്ളൂ. അപ്പോൾ അധികം തോനെ കറിയൊന്നും ഉണ്ടാക്കി കഴിഞ്ഞാൽ വേസ്റ്റ് ആവും. പിന്നെ എന്താ പറയുക, അതുകൊണ്ട് അങ്ങനെ കുറച്ച് കറിക്കുള്ളതേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഉള്ളിയൊക്കെ നല്ലതുപോലെ വാടി വന്നപ്പോൾ ഞാൻ കഴിക്കുന്നുള്ളൂ ജീരകം 2 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. എന്നിട്ട് നല്ലതുപോലെ അതൊന്ന് നല്ല മൂത്ത് വരുന്ന പോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കത് വാങ്ങിക്കേണ്ട, കരിയാതെ നോക്കണം കേട്ടോ. മല്ലിപ്പൊടി കരിയാതെ നോക്കണം, കാരണം നമ്മൾ മല്ലി വറുത്തിട്ടാണല്ലോ പൊടിപ്പിക്കുക. അതുകൊണ്ട് ഇപ്പോൾ എന്താ പറയുക, വല്ലാതെ കരിയിക്കേണ്ട, ഒന്നും ഇങ്ങോട്ട് മൂത്ത് കിട്ടിയാൽ മതി കേട്ടോ. മൂത്ത് വന്ന ശേഷം നമുക്കത് മാറ്റി വെച്ചിട്ട് പിന്നെ അതിലേക്ക് വെണ്ടയ്ക്ക നുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ അത് നല്ലതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വാങ്ങിക്കാം. പാകത്തിന് മൂപ്പിച്ചെടുക്കാൻ പറ്റും, കരിയാതെ നമ്മൾ മൂപ്പിച്ചെടുക്കണം കേട്ടോ. കാരണം നമ്മൾ ഒന്ന് അങ്ങോട്ടോടെ തെറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മല്ലിപ്പൊടി അല്ലേ വേഗം കരിയും. അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്ത് നിന്ന് പോകാൻ തന്നെ പാടില്ല കേട്ടോ. അപ്പോൾ അത് നല്ലപോലെ മൂത്ത് വന്ന ശേഷം വാങ്ങി വെച്ചിട്ട് ഇപ്പോൾ ചട്ടി ഒന്നും കൂടി കഴിഞ്ഞിട്ട് ഞാൻ അതിലേക്ക് എണ്ണ ഒഴിച്ചെടുത്തിട്ട് വെണ്ടയ്ക്ക് പച്ചമുളക് ഇട്ടു കേട്ടോ. ഒരു 5 വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ 5 വെണ്ടയ്ക്ക് നുറുക്കിയിട്ട് കൊടുത്ത് പിന്നെ 2 പച്ചമുളക് എടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. നല്ല കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം, കാരണം അതിൻ്റെ കൊഴുപ്പുണ്ടല്ലോ വെണ്ടയ്ക്ക്, ആ കൊഴുപ്പ് പോണ വരെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഒരു ചുവന്ന കളറാവണം കേട്ടോ വെണ്ടയ്ക്കയും പച്ചമുളകും. എന്നിട്ട് നമുക്ക് വാങ്ങി വെച്ചിട്ട് വേണം എന്താ പറയുക, തക്കാളി അതിലേക്ക് വേറെ വാട്ടി കൊടുക്കണം. കാരണം എന്താ പറയുക, ഒക്കെ വേറെയാണ് ഞാൻ വാട്ടി കൊടുക്കുന്നത്. അങ്ങനെ ഒരുമിച്ച് വെക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം എല്ലാതും വേറെ നമ്മൾ വാട്ടി കൊടുക്കണം കേട്ടോ. അപ്പോൾ എന്താ പറയുക, അത് കാണുമ്പോൾ തോന്നും എന്താ പറയുക ഭയങ്കര ബുദ്ധിമുട്ടാണ്, പക്ഷേ അതിനോട് ബുദ്ധിമുട്ടൊന്നുമില്ല, സിമ്പിളായിട്ടുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്താ പറയുക, വെണ്ടയ്ക്ക നല്ലതുപോലെ വാടി വന്ന ശേഷം ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു തക്കാളി എടുത്തിട്ടുണ്ട്, വലിയ തക്കാളി നോക്കിയിട്ട് ഒറ്റ തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് എന്താ പറയുക, അടുപ്പത്ത് ചട്ടി ഇട്ടിട്ടുണ്ട്. ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കണം. എണ്ണ ഒഴിച്ച് കൊടുത്ത ശേഷം തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചട്ടിയിൽ വയ്ക്കുമ്പോഴാണ് കേട്ടോ കറിക്ക് ഒന്നും കൂടി ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എന്താ പറയുക, ചീഞ്ചട്ടിയിൽ വയ്ക്കുമ്പോൾ അത്ര ഒരു ടേസ്റ്റ് തോന്നില്ല, അത് ഞാൻ ചീഞ്ചട്ടി മാറ്റിയത്. അപ്പോൾ ചട്ടിയിലാണ് വയ്ക്കുന്നത്. അപ്പോൾ ചട്ടി നല്ല ചൂടായപ്പോൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് തക്കാളി കൊടുത്തിട്ടോ. അപ്പോൾ ഞാൻ കറിയൊന്നും അധികം വയ്ക്കുന്നില്ല, കുറച്ച് കറിയിൽ വയ്ക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ പറയുക, ഒരു തക്കാളി എടുക്കും, വലിയ തക്കാളി എടുത്ത് ഒരു തക്കാളി ഇട്ട് കേട്ടോ. കറി കൂടുതൽ വേണമെങ്കിൽ നമുക്കനുസരിച്ച് തക്കാളി ഇടാം. അപ്പോൾ അങ്ങനെ തക്കാളി കൊടുത്തിട്ട് തക്കാളി വേവാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടോ. കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് കഴിഞ്ഞ് തക്കാളി നല്ല വാടി വന്നപ്പോൾ അതിലേക്ക് ഞാൻ 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അതിന് ശേഷം ഒരു സ്പൂണ് മുളകും പൊടി ഇട്ട് കൊടുത്തിട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഒന്നും കൂടി ഇളക്കി കൊടുത്ത് കഴിഞ്ഞ ശേഷം ഞാൻ എന്താ പറയുക,
എരി കുറച്ച് കുറവുണ്ടായിരുന്നു കേട്ടോ. ആ മുളകും പൊടിക്ക് കുറച്ച് എരി കുറവാണ്. അപ്പോൾ എരി നമുക്ക് അനുസരിച്ചിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഒരു 1.5 സ്പൂൺ മുളക് പൊടി എടുത്തിട്ട് കേട്ടോ. അത് നല്ലതുപോലെ ഇളക്കി കൊടുത്ത ശേഷം ഞാൻ അതിലേക്ക് 2 മണി ഉലുവ ഇട്ട് കൊടുത്തു. അതിലേക്ക് എന്താ പറയുക, മുളകും പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത്, പിന്നെ 2 മണി ഉലുവ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി കഴിഞ്ഞിട്ട് അതിലേക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുത്ത് ഒന്ന് നല്ല ഇളക്കി കഴിഞ്ഞിട്ട് അതിലേക്ക് ഞാൻ അരച്ച് വെച്ചിരുന്ന എന്താണ് മല്ലിപ്പൊടി വറുത്ത് വെച്ചിരുന്നില്ല, അത് അരച്ച് വെച്ചിട്ട് അതും അതും ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടോ. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടോ. പിന്നെ കുറച്ച് ഉപ്പ് ഞാൻ ആദ്യം ഇട്ട് കൊടുത്തിരുന്നില്ല. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് ഉപ്പുണ്ടോ നോക്കിയിട്ട് മൈദ ഉപ്പിട്ട് കൊടുക്കുക. അങ്ങനെ ഒന്നിട്ട് തിളച്ചാൽ മതി, കാരണം എല്ലാ കഷ്ണങ്ങളും നല്ല വെന്തതല്ലേ. അപ്പോൾ അങ്ങനെ നല്ലതുപോലെ എന്താ പറയുക ഒന്ന് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞ ശേഷം ഞാൻ വാങ്ങി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എന്താ പറയുക കടുകും കുറച്ച് മുളകും കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുത്ത് നല്ലതുപോലെ പൊട്ടിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് വാങ്ങിച്ചിട്ടോ. അപ്പോൾ എളുപ്പമുള്ള കറി കേട്ടോ. എന്താ പറയുക, അധികം പണിയൊന്നുമില്ല. നമുക്ക് എന്താ പറയുക 4 വെണ്ടയ്ക്കയും പിന്നെ ഉണ്ടെങ്കിൽ കറി പെട്ടെന്ന് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യുന്ന അഭിപ്രായങ്ങൾ ഇതെടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതേപോലെ നിങ്ങളും കറി വെച്ച് നോക്കുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ്. പിന്നെ നമുക്ക് ദോശയ്ക്കും ചപ്പാത്തിക്കും എല്ലാവർക്കും എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ